എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിന് ഇപ്പോൾ വല്ല അസുഖവുമുണ്ടോ? എന്തേ ഇത്ര വലിയ ക്ഷീണം കാണുന്നു? ഈ ദിവസങ്ങളിൽ അസുഖം വരാൻ തക്കവണ്ണം ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്നു. ഏതുവിധമെങ്കിലും നമ്മുടെ നല്ല ഈശോയുടെ പീഡകൾക്ക് ആശ്വാസം വരുത്തണമെന്ന ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട് പിതാവേ. നമുക്ക് സാധിക്കും പോലെ നോക്കണമല്ലോ. അങ്ങ് പിതാവിനടുത്ത വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും എന്നെ കുറ്റപ്പെടുത്തുകയും ഗുണദോഷിക്കുകയും മറ്റും ചെയ്യുമ്പോൾ മകൾക്കടുത്ത എൻ്റെ കൊച്ചു ഹൃദയം അത്യധികം സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പിതാവേ, ഇനി എല്ലാ കാര്യത്തിലും ഇതിൻ വണ്ണം ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇത് എൻ്റെ ആത്മാവിന് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാകുന്നു. അതിനാൽ എന്നോട് എന്തുതന്നെ ചെയ്താലും എനിക്ക് പിതാവിനോട് യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല, സന്തോഷം മാത്രമേയുള്ളൂ. നിശ്ചയമായും എല്ലാവരിലും വെച്ച് ഞാൻ എല്ലാം കൊണ്ടും ഒരു വലിയ പാപിയാകുന്നുവെന്ന് സ്നേഹപിതാവിന് അറിയാമല്ലോ. അങ്ങേക്ക് എന്നെ മുഴുവനും കൈയാളിക്കുന്നു. എല്ലാറ്റിലും എൻ്റെ നല്ല ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇഷ്ടമുള്ള വിധത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ കുറ്റങ്ങളും തെറ്റുകളും എനിക്ക് പിതാവ് തന്നെ പറഞ്ഞു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവേ, ഞാനൊരു നവസന്യാസിനിയായിരുന്നപ്പോൾ അമ്പഴക്കാട്ടു വെച്ച് പിശാചുകൾ എന്നെ കുറേയധികം ഉപദ്രവിച്ചിരുന്നു. ഈ ദുഷ്ടചെന്നായ്ക്കൾ ഞാൻ സഭ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞ് പലപ്പോഴും എന്നെ അടിക്കുകയും മറ്റും ചെയ്തിരുന്നു. അധികവും രാത്രിയിലാണ് ഉപദ്രവിച്ചിരുന്നത്. കട്ടിലോടെ വലിക്കുകയും ഉരുട്ടിയിടുകയും മറ്റും ചെയ്തിരുന്നു. ഇവിടെ നിന്നാൽ നിന്നെ ഇവർ നോക്കുകയില്ല, നീ ഒരു രോഗിയും ഒന്നിനും കൊള്ളരുതാത്തവളും ആയതിനാൽ നിന്നെ ആർക്കും ഇഷ്ടമില്ലെന്നും മറ്റും ചിലർ ഈ സമയത്ത് പറഞ്ഞിരുന്നു. നിന്റെ അപ്പൻ മരിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ അവരും നിന്നെ സ്വീകരിക്കുകയില്ല. അതിനാൽ ഇപ്പോൾ തന്നെ പോകുന്നതാണ് നല്ലത് എന്നും മറ്റും പറഞ്ഞു. ഞാനതിന് സമ്മതിക്കാതെ എൻ്റെ രക്ഷിതാവിനെക്കുറിച്ച് എന്തെങ്കിലും സഹിച്ചു കൊള്ളാം, ഇവിടെ നിന്ന് എന്തായാലും ഞാൻ പോവുകയില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എന്നെ കൈവിടില്ല, ഞാൻ ഇതുകൊണ്ടൊന്നും സമ്മതിക്കുകയില്ല എന്നും മറ്റും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അധികം അരിശത്തോടെ ഓരോ പ്രവൃത്തികൾ ഇവർ എന്നോട് ചെയ്തു. ഒരു ദിവസം ഞാൻ സമൂഹത്തിൽ പോകുന്നതിനും മറ്റും തീരെ സമ്മതിക്കാതെ 3-ാം തട്ടിൻ്റെ മുകളിൽ എന്നെ ഇരുത്തി കളഞ്ഞു. അന്ന് ഞാൻ താഴോട്ട് ഇറങ്ങുന്നതിന് ഗോവണിയുടെ അടുക്കൽ വന്നപ്പോൾ ഒരു വലിയ തടി പോലെയുള്ള പലക കൊണ്ട് അവർ ഗോവണി അടച്ചു കളഞ്ഞു. ചിലപ്പോൾ കുരിശു വരച്ചാൽ തുറന്നു തന്നിരുന്നു. അന്ന് അത് ചെയ്തിട്ടും എനിക്ക് തുറന്നു തന്നില്ല പിതാവേ. സമൂഹത്തിൽ എന്നെ കാണാത്തതുകൊണ്ട് എന്നെ അന്വേഷിക്കുകയും പലരും വന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. ഞാനൊരു നവസന്യാസിനിയല്ലേ പിതാവേ, സമൂഹത്തിൽ പോകാത്തത് എൻ്റെ തെറ്റ് തന്നെ. നിനക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ മഠം ഉപേക്ഷിച്ച് പോകാമെന്ന് വാക്ക് തരണം എന്ന് പറഞ്ഞ് അവർ എന്നെ അടിക്കുകയും മറ്റും ചെയ്തിരുന്നു. എൻ്റെ ഗുരുത്തിയമ്മ ആളെ വിട്ട് വിളിപ്പിക്കുന്നു. എനിക്ക് താഴേക്ക് ഇറങ്ങിപ്പോകുന്നതിന് യാതൊരു വഴിയുമില്ല. പരിശുദ്ധ അമ്മയോടും മറ്റും വളരെ അപേക്ഷിച്ചിട്ടും ആ നേരത്തിൽ യാതൊരു ആശ്വാസവും കിട്ടിയില്ല പിതാവേ. എന്തോ എല്ലാം കൊണ്ടും ഞാൻ വലിയ വിഷമത്തിലായി. സമൂഹത്തിൽ പോകുവാൻ യാതൊരു വഴിയുമില്ലാതെ വന്നതിനാൽ പലതുകൊണ്ടും ദൈവത്തിൻ്റെ നേരെ നന്ദി കെട്ടവളായി. അന്ന് ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി വൈകുന്നേരം 6 മണി വരെ ഇനി പുറത്തു പോകാതെ വഴിയില്ല എന്ന് ചിന്തിച്ച് അവരോട് മുണ്ടും ചട്ടയും മേടിച്ച് ഒടുക്കാം എന്ന് പറയുന്നതിന് തീരുമാനിച്ചു. എങ്കിലും സഭ ഉപേക്ഷിക്കാമെന്ന് പറയുന്നത് ഓർക്കുമ്പോൾ സഹിക്കരുതാത്ത ദുഃഖം എൻ്റെ ഹൃദയത്തിൽ വന്നിരുന്നു. സൂര്യൻ അസ്തമിച്ച് 6:30 മണിയോടെ ഇനി വല്ലവണ്ണം ഗോവണി ഇറങ്ങി കിട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടും ഉള്ളുകൊണ്ട് പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിച്ചുകൊണ്ടും ഇവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, നിങ്ങളുടെ മനസ്സ് പോലെ സമ്മതിക്കാമെന്ന്. അത് പറഞ്ഞ ക്ഷണം വളരെ സന്തോഷത്തോടെ അവർ എന്നെ താഴോട്ടിറക്കി. 2-ാം തട്ടിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള മുറിയിലേക്ക് ചാടി കയറി.
അവൾ നമ്മെ ചതിച്ചല്ലോടാ എന്ന് പറഞ്ഞ് അവർ എന്നെ പിടിച്ച് വലിച്ചു തുടങ്ങി. ആ സമയം പെട്ടെന്ന് വളരെ സൗന്ദര്യവും പ്രകാശവുമുള്ള ഒരു കന്യക എൻ്റെ അടുക്കൽ വന്ന്, ഇവളെ നിങ്ങൾ വിടുവിൻ എന്ന് പറഞ്ഞ ക്ഷണം അവർ ഓടിക്കളഞ്ഞു. ആ സമയം ഈ അമ്മ വളരെ സ്നേഹത്തോടെ, എൻ്റെ മകളെ, നീ എന്തിനാണ് ഇത്ര വിഷമിച്ചത്? നിനക്ക് ഞാനില്ലേ? നിന്നെ ഞാൻ കൈവിടുകയില്ല. നീ എന്തേ അവരോട് ആ വാക്കു പറഞ്ഞു? ഇനി ഇതിൻവണ്ണം ഒരിക്കലും പറയരുത്. നിന്റെ ഹൃദയം അവർക്ക് മനസ്സിലാവുകയില്ല. അത് എനിക്കും നിന്റെ നല്ല ഈശോയ്ക്കും മാത്രമേ അറിയുകയുള്ളൂ. അവർ നീ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ നിന്നെ വലിച്ച് പുറത്താക്കുമായിരുന്നില്ലേ? ഇനിമേൽ അവർ എന്തു തന്നെ ചെയ്താലും നീ ഒരിക്കലും അതിന് കീഴടങ്ങരുത്. അവരുടെ മനസ്സുപോലെ സമ്മതിക്കുന്നതായ ഒരു വാക്കുപോലും പറയേണ്ട. നീ എല്ലാറ്റിലും നല്ല ധൈര്യവും വിശ്വാസവും ഉള്ളവളായിരിക്കണം. എൻ്റെ മകളെ, നിന്നെ പലപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാനല്ലേ വീണ്ടും സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നീ എൻ്റെ സഭയിൽ നിലനിൽക്കണം. നിന്നെ ഇവർ വിട്ടുകളയുകയില്ല. ഞാൻ നിന്റെ അമ്മയല്ലേ? വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ നിനക്ക് ചെയ്തു തന്നത് നീ ഓർക്കുന്നില്ലേ? നിന്റെ ഗുരുത്തിയമ്മ നിന്നോട് പിണങ്ങിയിരിക്കുന്നത് നിന്നോട് പൊറുക്കും. നീ വേഗം പോയി മാപ്പ് അപേക്ഷിക്കണം. എൻ്റെ മകളെ, നീ പേടിക്കേണ്ട. ഇനി ഇത് ആരോടും പറയാതിരുന്നാൽ നിന്നെ സഭയിൽ നിന്ന് വിടുന്നതിന് ഇടവരും. അതിനാൽ നിന്റെ കുമ്പസാരക്കാരനോടും ഗുരുത്തിയമ്മോടും പറയണം. നിനക്ക് നല്ല ധൈര്യം വേണം. ആശീർവാദവും തന്ന് എന്നെ ഗുരുത്തിയമ്മയുടെ മുറിയുടെ അടുക്കലാക്കി അമ്മ പോയി. പിതാവേ, ഞാൻ ഇതുവരെയും ഈ കാര്യം കുമ്പസാരക്കാരനെയും ഗുരുത്തിയമ്മയെയും അറിയിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കാര്യം അവർക്ക് അറിയാത്തതുകൊണ്ട് വളരെയധികം കുറ്റപ്പെടുത്തുവാൻ കാരണമുണ്ടായിരുന്നു. അതിനാൽ അവർ കുറ്റപ്പെടുത്തും. ഞാൻ ഒന്നും മിണ്ടുകയില്ല. എൻ്റെ പാപങ്ങൾക്ക് ഇത് വേണ്ടതാകുന്നു എന്ന് വിചാരിച്ച് മാപ്പ് അപേക്ഷിക്കും. ഇനി ഞാൻ ചെയ്യുകയില്ലെന്ന് എങ്ങനെ പറയും പിതാവേ? വീണ്ടും പലതും സംഭവിക്കും. പറയാതിരുന്നത് എല്ലാം കൊണ്ടും ഞാൻ ഒന്നുമില്ലാത്തവളാകുന്നു. ഇനി ഇതും കൂടെ അറിഞ്ഞാൽ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കുകയേയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതാകുന്നു. കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ സഭയിൽ നിന്നും എന്നെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നി. സ്നേഹപിതാവിനെ അറിയിക്കുന്നത് പോലെ ഇത്ര വ്യക്തമായിട്ട് ആരോടും അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് എൻ്റെ ഗുരുത്തിയമ്മയായിരുന്ന ഇപ്പോഴത്തെ ഇവിടുത്തെ ശ്രേഷ്ഠത്തി അമ്മയോട് പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞതിനാൽ പലതും പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരക്കാരും ഗുരുത്തിയമ്മയും അറിയാതിരുന്നാൽ നീ വളരെ വിഷമിക്കുന്നതിന് ഇടവരുമെന്ന് അമ്മ എന്നെ അറിയിച്ചിരുന്നു. ഗുരുത്തിയമ്മയോടും ശ്രേഷ്ഠത്തി അമ്മയോടും അവർ ചോദിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയെന്നും കുമ്പസാരക്കാരനെ എല്ലാം പരമാർത്ഥമായി അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. ഈ പിശാചുക്കൾ ഒരു ദിവസം രാത്രി 11 മണിക്ക് എൻ്റെ ദേഹം തീ പോലെ പൊള്ളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് കുളിക്കണ്ടേ? കുളിക്കാതിരുന്നാൽ നിനക്ക് ഭ്രാന്തായി പോകും. അത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ദിവസങ്ങളിൽ എനിക്ക് നല്ല ഓർമ്മക്കേടുണ്ടായിരുന്നു. പിതാവേ, ഇവർ എന്നെ പിടിച്ച് ഗോവണി ഇറക്കി. അത് എനിക്ക് ഓർമ്മയില്ല. ഇവരെന്നെ കൊല്ലുവാൻ വേണ്ടി കിണറ്റിലേക്കാണ് കൊണ്ടുപോയത്. പുറത്തേക്കുള്ള വാതിൽക്കൽ വെച്ച് അവർ ഓടിക്കളഞ്ഞു. 12 വയസ്സ് പ്രായമുള്ള നല്ല പ്രകാശവും സൗന്ദര്യവും നിറഞ്ഞ ഒരാൾ ഉണ്ണീശോയാണ് വന്ന് എന്നെ പിടിച്ച്, നീ എങ്ങോട്ട് പോകുന്നു? നീ ഇപ്പോൾ കുളിക്കണ്ട. പിശാചുക്കൾ നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. അന്ന് ഓർമ്മയില്ലാതെ നടക്കുകയായിരുന്നു. മേലിൽ ശ്രേഷ്ഠത്തി അമ്മയ്ക്കും രോഗി ശുശ്രൂഷയ്ക്കും രോഗികളുടെ നേരെ നല്ല ശ്രദ്ധയുണ്ടാകുന്നതിനു വേണ്ടിയും നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് അറിയിക്കുന്നതിനായും നാളെ കാലത്ത് നിങ്ങൾക്ക് പ്രിയമുള്ള പശുക്കുട്ടി ഈ വാതിൽക്ക് തന്നെ ചത്തുകിടക്കുന്നത് കാണാൻ ഇടയാകും എന്ന് പറഞ്ഞു. നിന്നെ ഗുരുത്തി അമ്മയോ സഹോദരങ്ങളോ വിളിച്ചല്ലാതെ താഴേക്ക് പോകണ്ട എന്നും പറഞ്ഞു. അതോടെ എൻ്റെ സ്വരത്തിന് ഒരു പതർച്ച പോലെയാക്കി. ഇത് എൻ്റെ സ്വരത്തിൻ്റെ വ്യത്യാസം കേട്ട് ആരെങ്കിലും വരുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഓർമ്മയില്ല പിതാവേ. കുറേ ദിവസം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ പശുക്കുട്ടി ഇതിൻവണ്ണം ചത്തുപോയെന്നും എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്നും മറ്റും പറഞ്ഞു കേട്ടു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇത് സംഭവിച്ചത് ക്രിസ്മസ് കാലത്താകുന്നു.
പലതും ഞാൻ മറന്നുപോയി പിതാവേ. ദൈവം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിശ്ചയമായും അവിടുത്തെ അനുഗ്രഹം എണ്ണമില്ലാത്ത വിധം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ യാതൊരു യോഗ്യതയും ഉണ്ടായിട്ടല്ല പിതാവേ. അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് ദോഷമല്ലാതെ മറ്റ് യാതൊന്നുമില്ല. പലതും ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ അമ്പഴക്കാട്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഗതി കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പീഡകളുടെ കാലമായ 50 നോമ്പ് ദിവസങ്ങളിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് കൈക്കൊള്ളുവാൻ യാതൊരു വഴിയുമില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. വല്ല യാത്രക്കാരായ വൈദികരെ എങ്കിലും കുർബാനയില്ലാത്ത ദിവസം വരുത്തി തരണമെന്ന് ദിവസം തോറും നോമ്പ് പിടിക്കുന്നതിന് മുൻപേ ഞാൻ തീക്ഷ്ണമായി അപേക്ഷിച്ചിരുന്നു. ഇതുകൂടാതെ ആ ദിവസങ്ങളിൽ മനുഷ്യരുടെ പാപങ്ങളാൽ അവിടുന്ന് അധികമായി പീഡിപ്പിക്കപ്പെടുന്നെന്ന് എന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ വലിയ അനുഗ്രഹത്താൽ നോമ്പ് പിടിച്ച അന്ന് പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ വന്ന് വളരെ സ്നേഹത്തോടുകൂടെ കുർബാനയില്ലാത്ത ദിവസങ്ങളിലും നീ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങണം. നീ ദുഃഖിക്കേണ്ട, കുർബാന കൈക്കൊള്ളുന്നതിന് ഇടവരും. നീ നല്ലവണ്ണം എൻ്റെ ദിവ്യകുമാരനെ ആശ്വസിപ്പിക്കണം. എൻ്റെ സ്നേഹകുമാരൻ്റെ തിരുരക്തത്തെ നിത്യപിതാവിന് കാഴ്ചവെച്ച് നന്ദികെട്ട മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി അപേക്ഷിക്കണം. എൻ്റെ മകളെ, നിനക്ക് ദൈവം ചെയ്യുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്ദിയുള്ളവളായിരിക്കാൻ നിനക്ക് കടമയുണ്ട്. നീ വളരെ എളിമയോടുകൂടി ജീവിക്കണം. ഇതോട് ചേർന്ന് ചില ഗുണദോഷങ്ങളും പറഞ്ഞു തന്നു. നോമ്പ് പിടിച്ച് കുർബാനയില്ലാത്ത ദിവസം കാലത്ത് 3 മണി സമയത്ത് വെള്ള ഉടുപ്പിട്ട 2 പേർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ വിളിച്ചു. വേഗം എഴുന്നേറ്റ് ഉടുപ്പ് മാറി കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞു. ഞാൻ മുഖം കഴുകി തയ്യാറായി മുറിയിൽ വന്നു. ഈ 2 പേർ തന്നെ മുറിയെല്ലാം നല്ലപോലെ ഭംഗിയാക്കി. എൻ്റെ മേശ ഒരു നല്ല അൾത്താര പോലെയാക്കി. അതിന്മേൽ തിരികൾ കത്തിച്ച് വളരെ സുഗന്ധമുള്ളതായ ഒരു വെള്ളം തെളിച്ചു. അവസാനം ഹന്നാൻ വെള്ളവും തെളിച്ചു. ആ മുറിയാണെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇതെല്ലാം കണ്ട് ഞാൻ ഒരു മൂലയിൽ മുട്ടുകുത്തി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നും മറ്റുമോർത്ത് അപേക്ഷിച്ചു നിന്നിരുന്നു. ആ സമയം വളരെ കാരുണ്യം തോന്നിക്കുന്ന പ്രകാശമുള്ളതുമായ ഒരു കുരിശ് അൾത്താരയിൽ വെച്ചു. ആ ക്ഷണം അനേകം മാലാഖമാരുടെ നടുവിൽ 5 തിരുമുറിവുകളിൽ നിന്ന് പ്രകാശകതിരുകൾ വീശിക്കൊണ്ട് ഹൃദയം സ്നേഹത്താൽ നിറയ്ക്കത്തക്കതും ജ്വലിക്കുന്ന ശോഭയോടു കൂടിയതുമായ ഒരാൾ വർണ്ണിക്കാനാവാത്ത അത്രയും ഭംഗിയുള്ള ഉടുപ്പിട്ടുകൊണ്ട് മുറിയിൽ വന്ന് അൾത്താരയിൽ കയറി കുർബാന ആരംഭിച്ചു. മാലാഖമാർ എല്ലാവരും കൈകളിൽ തിരികൾ പിടിച്ചുകൊണ്ടും ഏതോ ഒരു നമസ്കാരമോ സങ്കീർത്തനമോ ചൊല്ലിക്കൊണ്ട് വളരെ ആചാരവണക്കത്തോടെ 2 നിരയായിട്ടാണ് വന്നത്. കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നിരുന്നു. പിതാവേ, കുർബാന ഉയർത്തുന്ന നേരത്തിൽ പരിശുദ്ധ അമ്മ വളരെ അലിവോടും സങ്കടത്തോടും കൂടെ നമുക്കായി, അതായത് സർവ്വമനുഷ്യർക്കും വേണ്ടി പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഗാഗുൽത്തായിലെ ബലിയോട് ചേർത്ത് നിത്യപിതാവിനെ കാഴ്ചവെച്ചത് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. പിതാവേ, കുർബാന ഉയർത്തുന്ന സമയത്ത് തിരുവോസ്തിയിൽ നിന്നുള്ള കതിരുകളും അവിടുത്തെ 5 തിരുമുറിവുകളിൽ നിന്നുള്ള കതിരുകളും ഒരുമിച്ച് ഉൾപ്രവേശിച്ച് ഒന്നാകുന്നതും ഞാൻ കണ്ടു. അവസാനം വളരെ സ്നേഹവാത്സല്യത്തോടെ അവിടുന്ന് തന്നെ ഈ നീച അടിമയ്ക്ക്, ഈ ഹീനപ്പെട്ട പുഴുവായ എനിക്ക് കുർബാന തന്നു. പിന്നെ ഞാൻ ഉപകാരസ്മരണ ചെയ്തുകൊണ്ടിരുന്നു. പോയത് എങ്ങനെയെന്ന് ഞാൻ കണ്ടില്ല. കുർബാനയുടെ സമയത്ത് ചില മാലാഖമാർ കൈ രണ്ടും നെഞ്ചിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുകയും ചിലർ മുഴുവനും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും ചിലർ ഒരിക്കലും കേൾക്കാത്ത വിധത്തിലുള്ള സംഗീതം പാടുകയും മറ്റു ചിലർ 2 കൈകൊണ്ട് മുഖം പൊത്തി നിൽക്കുകയും ചെയ്തിരുന്നു. അവർ വളരെ ഭക്തിവണക്കത്തോടെ യാതൊരു അനക്കവും കൂടാതെ നിന്നിരുന്നു. ഇതിൻവണ്ണം കുർബാനയില്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് വീടുന്നതുവരെയും ഉണ്ടായിരുന്നു. 5 മണിക്ക് ഞാൻ വീണ്ടും ഉടുപ്പ് മാറി സമൂഹത്തിൽ ക്രമം പോലെ പോകും.
പിതാവേ, ഈ ദിവസങ്ങളിൽ വളരെയേറെ സന്തോഷവും ആശ്വാസവും എൻ്റെ പാവപ്പെട്ട ഹൃദയത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം കൊണ്ടും നിർഭാഗ്യപ്പെട്ട പാപിയായിരിക്കുന്നു. പിതാവേ, ഇതൊരിക്കലും എൻ്റെ യോഗ്യത കൊണ്ടല്ല ഉണ്ടായത്. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇത് എന്നിൽ ചെയ്തു. ഇതൊന്നും വിശ്വസിക്കേണ്ട പിതാവേ, എൻ്റെ തോന്നലാകുന്നു എന്ന് കരുതിയാൽ മതി. എങ്കിലും അവിടുത്തെ അനുഗ്രഹങ്ങൾ വളരെ ഞാൻ കൈക്കൊണ്ടിട്ടുണ്ട്. പിതാവേ, ഈ വേർപിരിയലിൽ പുതുതായി ഓരോന്ന് എൻ്റെ ബോധത്തിൽ വന്നിരുന്നു. ഈ വേർപിരിയൽ എന്നെ വളരെ ദുഃഖിപ്പിക്കുന്നു. എൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് എന്നിൽ നിന്ന് അകന്നുപോയി പിതാവേ. എൻ്റെ കുറ്റം പിതാവിന് അറിവുള്ളത് എനിക്ക് പറഞ്ഞു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിശ്ചയമായും ഞാൻ അനേക പാപങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ പാപിയാകുന്നു പിതാവേ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ ഞാൻ കുർബാന കൈകൊണ്ട് നിൽക്കുന്ന സമയത്തും മറ്റും വന്നിരുന്നു. പിതാവേ, എൻ്റെ സ്നേഹം നിറഞ്ഞ അമ്മ വളരെ വാത്സല്യത്തോടെ എൻ്റെ പ്രിയ മകളെ എന്ന് വിളിച്ചുകൊണ്ട് മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെയുള്ള ഗുണദോഷം പറഞ്ഞു തന്ന് അധിക സ്നേഹവാത്സല്യം കാണിച്ചുകൊണ്ട് നീ എന്തേ ദുഃഖിക്കുന്നു, ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞു. ഈ ആശ്വാസങ്ങളെല്ലാം നിന്നിൽ നിന്ന് എടുക്കണമെന്ന് അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നു. അതിനാൽ നീ ധൈര്യവും സമാധാനവുമായി ജീവിക്കണം. എൻ്റെ മകളെ, നീ കുറെ കൂടെ ക്ഷമിക്കുക, ധൈര്യത്തോടുകൂടി സഹിക്കുക. നിനക്ക് അവിടുന്ന് അനുവദിക്കുന്ന കുരിശുകളെ സന്തോഷത്തോടുകൂടെ എൻ്റെ സ്നേഹകുമാരനെ നോക്കിക്കൊണ്ട് നല്ലവണ്ണം സഹിക്കണം. എൻ്റെ മകളെ, എല്ലാ വക ഞെരുക്കങ്ങളും നിന്റെ മരണം വരെ സഹിച്ചാൽ മതി. പിന്നെ നിനക്ക് ഏറ്റവും സന്തോഷിക്കാം. ഞങ്ങളിൽ നിന്നുള്ള ഈ ഒരു ആശ്വാസം കൂടെ നിന്നിൽ നിന്ന് മുഴുവനായി എടുത്തു എന്നുള്ള ഈ ദുഃഖവും കൂടെ നീ സഹിക്കണം. എല്ലായ്പ്പോഴും സഹിക്കുവാൻ അപേക്ഷിച്ചിരുന്നില്ലേ? എൻ്റെ മകളെ, ധൈര്യത്തോടുകൂടെ നിന്റെ ദിവ്യ മണവാളനെ പ്രതി എല്ലാം നല്ലവണ്ണം സഹിക്കുക. നീ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട, സന്തോഷമായി ജീവിക്കുക. ഞാൻ മുമ്പ് അറിയിച്ചിട്ടുള്ളതുപോലെ ജീവിക്കണം. നിന്റെ ആത്മപിതാവിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ കൈക്കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്ദിയുള്ളവളായിരിക്കണം. നിന്റെ യാതൊരു കുറ്റവും കൊണ്ടല്ല ഞങ്ങൾ നിന്നിൽ നിന്ന് വേർപിരിയുന്നത്. ദൈവ തിരുമനസ് ഇനി വേണ്ട എന്നാകുന്നു. ആയതിനാൽ മാത്രം. എങ്കിലും എൻ്റെ മകളെ, ഞാൻ നിന്റെ അമ്മയാണ്. ഞാൻ പോയാലും നിന്റെ അടുക്കലുണ്ടാകും, ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞു. പിതാവെ, വളരെ സ്നേഹവാത്സല്യത്തോടെ അവിടുത്തെ തൃപ്പാദവും തൃക്കൈയും മുത്തിച്ച് എൻ്റെ തലയിൽ കൈവച്ച് ആശീർവാദവും തന്ന് എൻ്റെ മകളെ, ഞാൻ പോകുന്നു, ഇനി അവസാനം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അമ്മ മേലോട്ട് ഉയർന്നു. ഇടയ്ക്ക് പല പ്രാവശ്യം എന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെയാണ് പോയത്. ഈ വേർപിരിയൽ എൻ്റെ ഹൃദയത്തെ മരണകരമായ വേദന അനുഭവിച്ചു. ഈ വേർപിരിയൽ എൻ്റെ ഹൃദയത്തെ മരണകരമായ വേദന അനുഭവിപ്പിച്ചു. ഓ, എല്ലാം തീർന്നു പോയല്ലോ. ഈ നിർഭാഗ്യ പാപിക്ക് ഇനി എന്ന് എൻ്റെ അമ്മയെ ഒന്നുകൂടെ കാണാൻ ഇടവരും? ഈ ഓർമ്മ എനിക്ക് സഹിച്ചുകൂടാതെയായി. ഈ അമ്മ എനിക്ക് ചെയ്തിരിക്കുന്ന എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എല്ലാം എൻ്റെ ബോധത്തിൽ വന്നിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ വളരെ വ്യസനത്തിലായി. 6 മണിയായപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ പോയി, ദൈവ തിരുമനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് ഒരു നല്ല മരണം തരണമേ, അല്ലെങ്കിൽ എനിക്ക് നല്ല ധൈര്യവും ശക്തിയും ക്ഷമയും തരണമേ എന്ന് അപേക്ഷിച്ചു. പിതാവേ, എന്താണ് എൻ്റെ ഉള്ളിൽ കഴിയുന്നത് എന്ന് അറിയില്ല. സംഭ്രമവും തൊണ്ടവരൾച്ചയും കൈകാൽ തളർച്ചയും മറ്റുമുണ്ടായിരുന്നു. കുർബാനയുടെ മുമ്പാകെ മുട്ടുകുത്തുവാൻ വശമില്ലാതെ അവിടെ തന്നെ ഇരുന്നു. എൻ്റെ ദുഃഖമെല്ലാം അവിടുത്തെ അറിയിച്ച് നിലവിളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സർവാംഗം മുറിവുകൾ നിറഞ്ഞ് അവിടവിടെ മാംസങ്ങൾ തൂങ്ങി കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട രൂപത്തിൽ സഹിക്കരുതാത്ത ദുഃഖസ്ഥിതിയിൽ അവിടുന്ന് എൻ്റെ മുൻപാകെ വന്നു നിന്നു. അവിടുന്ന് വലിയ അനുഗ്രഹത്തോടും സ്നേഹത്തോടും കൂടെ, എൻ്റെ മകളെ എവുപ്രാസ്യ, നീ എന്തേ ഇത്ര ദുഃഖിക്കുന്നു? നിന്റെ മോക്ഷമണവാളനായ ഞാൻ സഹിക്കുന്ന പീഡകൾ നീ കാണുന്നില്ലേ? നന്ദികെട്ട മനുഷ്യവർഗത്തിന്മേൽ വെച്ച സ്നേഹത്താൽ സദാ ഞാൻ പാടുപെടുന്നു. എൻ്റെ പിതാവിൻ്റെ തിരുമനസ്സിനെ ഞാൻ നിറവേറ്റുന്നു.
എൻ്റെ മകളെ, എന്തേ നീ ദുഃഖിക്കുന്നു? എന്നെ പ്രതി സഹിക്കാൻ നീ മനസ്സാകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, എൻ്റെ സ്നേഹരക്ഷിതാവേ, നിന്നെ പ്രതി എന്ത് ദുഃഖമോ ഞെരുക്കമോ സഹിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നീ തന്നെ എന്നെ സഹായിക്കണമേ. എനിക്ക് ശക്തിയില്ലാതായി പോകുന്നു. എന്നെ നീ കൈവിടല്ലേ എന്നും മറ്റും ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ വ്യാകുലത്താലും സങ്കടത്താലും സഹിക്കരുതാത്ത ദുഃഖസ്ഥിതിയിലിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ ദിവ്യരക്ഷിതാവ് എവുപ്രാസ്യ, നീ നല്ല ധൈര്യമായിരിക്കണം. ഇപ്പോൾ നീ മരിക്കുന്നതിനല്ല തിരുമനസ്, കുറെ കൂടെ ജീവിച്ച് സഹിക്കണം എന്നാണെന്ന് പറഞ്ഞു. നീ കൂടെ കൂടെ ഇതുപോലെ ചൊല്ലുക, അത് നിനക്ക് നല്ല ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു കൊച്ചു സുഹൃത്ത് ജപം ചൊല്ലിത്തന്നു. അത്, എൻ്റെ സ്നേഹരക്ഷിതാവേ, അങ്ങ് കുരിശുമരണത്തോളം നിത്യപിതാവിനെ കീഴ്വഴങ്ങി മരിച്ചതുപോലെ ഞാൻ എൻ്റെ മരണത്തോളം ദൈവതിരുമനസ്സിനെ കീഴ്വഴങ്ങി സഹിച്ചുകൊണ്ട് മരിക്കാൻ എനിക്ക് മനോഗുണം ചെയ്യണമേ. ഈ ജപം 3 പ്രാവശ്യം ചൊല്ലിത്തന്നു. പിതാവേ, പിന്നെ എൻ്റെ ദിവ്യരക്ഷിതാവ് വളരെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയും ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ വലത്തെ തൃക്കരം ഊരി പാവപ്പെട്ട എൻ്റെ തലയിൽ വെച്ചുകൊണ്ട്, എൻ്റെ മകളെ, നിനക്ക് ധൈര്യവും ആശ്വാസവും ഉണ്ടാകും. എൻ്റെ തിരുമനസ് നീ നിറവേറ്റിയാൽ മതി. കുറെ കൂടെ ക്ഷമിക്കണം. അവസാനം നിനക്ക് ഇതെല്ലാം ഏറ്റവും സന്തോഷമുള്ളതാകും. മുമ്പ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിന്റെ ബോധത്തിലുണ്ടായിരിക്കണം. മകളെ, ദൈവാനുഗ്രഹത്താൽ എപ്പോഴും നന്ദിയുള്ളവളും അവസാനത്തോളം നല്ല എളിമയും നിലനിൽപ്പും ഉള്ളവളുമായിരിക്കണം. മകളെ, നിനക്കും നിന്റെ പിതാവിനും ആശീർവാദം തരുന്നു. ഞാൻ നിന്നിൽ നിന്ന് പോകുന്നു, എങ്കിലും എൻ്റെ അനുഗ്രഹം നിന്റെ മേൽ എപ്പോഴും ഉണ്ടാകും എന്നരുളി ചെയ്തു. എൻ്റെ സർവസ്വവും ആശ്വാസവും രക്ഷയുമായിരുന്ന എൻ്റെ നല്ല ഈശോ പുറപ്പെടാൻ പോകുന്നു. വീണ്ടും വളരെ അനുഗ്രഹവും സ്നേഹവുമുള്ള ഭാവത്തിൽ മോക്ഷപിതാവിനടുത്ത് തൃക്കണ്ണുകൊണ്ട് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് തൃക്കരം പൊക്കി ആശീർവാദം തന്ന് ഇനി അവസാനം വരാം, എൻ്റെ മകളെ, നീ സന്തോഷമായിരിക്കുക എന്നരുളി ചെയ്ത് പോയി. ഈ വേർപിരിയൽ ഓർക്കുമ്പോൾ ഒക്കെയും സങ്കടം ഇരട്ടിയാകുന്നു പിതാവേ. ഈ ഭാഗ്യത്തിന് ഇനി എന്ന് കഴിയും? ഈ വേർപിരിവ് ഉണ്ടായത് മാർച്ച് 29 ചൊവ്വാഴ്ചയാണ്. അന്ന് കാലത്ത് ഞാൻ കുർബാന കൈക്കൊണ്ട സമയവും 10:30 മണി തുടങ്ങി 12 മണി വരെയും പല ദോഷങ്ങളും പറഞ്ഞു തന്നു. പാപികൾക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാനും പറഞ്ഞു. എനിക്ക് എൻ്റെ രക്ഷിതാവ് ചെയ്തു തന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ എല്ലാം അവിടുന്ന് തന്നെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, എൻ്റെ മകളെ, ഇതിനെ എല്ലാറ്റിനും അവിടുത്തെ അധികമായി സ്നേഹിക്കുന്നതിന് ദൈവത്തോട് വലിയ കടപ്പാടുണ്ട് എന്നും മറ്റും അരുളി ചെയ്തു പോയി. അവിടുന്ന് അന്നു തന്നെ 3-ാം പ്രാവശ്യം വന്നത് പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ വച്ചാകുന്നു. ഇവിടെ വെച്ച് വേർപിരിഞ്ഞു പിതാവേ. അന്നു തന്നെ അമ്മ 2 പ്രാവശ്യം മുമ്പത്തെ പോലെ വന്നിരുന്നു. അവസാനം സ്നേഹപിതാവിൻ്റെ അടുക്കൽ വെച്ചാകുന്നു വേർപിരിഞ്ഞത്. പിതാവേ, ഇത് എൻ്റെ തോന്നലുകൾ തന്നെയായിരിക്കും. എങ്കിലും പാവപ്പെട്ട ഞാൻ 9 വയസ്സിൽ തുടങ്ങി 29 വയസ്സ് വരെ എൻ്റെ പരിശുദ്ധ അമ്മയിൽ നിന്നും സ്നേഹരക്ഷിതാവിൽ നിന്നും വളരെ ദൈവാനുഗ്രഹങ്ങൾ നിശ്ചയമായും കൈക്കൊണ്ടിട്ടുണ്ട്. പിതാവേ, ഇതെല്ലാം എൻ്റെ അവസാനത്തേത് എന്ന ഓർമ്മയിൽ എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത പ്രകാരം ദുഃഖിക്കുന്നു. പിതാവേ, എങ്കിലും ദൈവ തിരുമനസ്സിന് ഞാൻ കീഴ്വഴങ്ങുന്നു. പിതാവേ, എൻ്റെ അമ്മയും അപ്പനും ഒന്നിച്ച് എന്നെ ഇവിടെ വിട്ടിട്ട് പോയല്ലോ. സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന ആ തിരുമുഖവും ഒരു നോട്ടം കൊണ്ട് ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുന്ന അഴകേറിയ തൃക്കണ്ണുകളും ഇനി എന്ന് എനിക്ക് കാണാൻ കഴിയും? ഇനി ഈ നിർഭാഗ്യപ്പെട്ട പാപി എന്തിനു പറയുന്നു അല്ലേ? സ്നേഹപിതാവിനെ അറിയിക്കാത്ത ചില സംഗതികൾ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടാകും. ഇപ്പോൾ ഓർക്കുന്നില്ല പിതാവേ. ഓർമ്മയുള്ളതെല്ലാം പരമാർത്ഥമായ പിതാവിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി പിതാവിൽ നിന്നുള്ള ഒരു ആശ്വാസം മാത്രമേയുള്ളൂ. അത് തന്നതും അവിടുന്ന് തന്നെ, എടുത്തതും അവിടുന്ന് തന്നെ. അവിടുത്തെ തിരുനാമം സ്തുതിക്കപ്പെടട്ടെ. പിതാവ് ഇനി മുമ്പത്തേക്കാൾ അധികം എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ തിരുത്തുകയും ചെയ്യണമേ. എൻ്റെ തെറ്റുകളും മറ്റും പിതാവിനടുത്ത താല്പര്യത്തോടെ എനിക്ക് അറിയിച്ചു തരണമേ.
അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എന്തെങ്കിലും എന്നോട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങയുടെ എരിവുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേക ദിവ്യപൂജയിലും ഈ അയോഗ്യ മകളെ ഓർത്ത് നല്ല ക്ഷമ, ദൈവത്തിരുമനസ്സിനുള്ള കീഴ്വഴക്കം, നല്ല ധൈര്യം എന്നിവ അപേക്ഷിച്ച് വാങ്ങിത്തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിർത്തട്ടെ പിതാവേ. നമ്മുടെ സ്നേഹരക്ഷിതാവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം പറയുന്നു. അന്നേ ദിവസം പ്രത്യേകം ഓർത്ത് അപേക്ഷിക്കണമേ. ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിന് അങ്ങയുടെ സ്നേഹാക്കെടുത്തതും ആത്മപിതാവിനെടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ഈ അവസാനത്തെ എഴുത്തിന് നിത്യ ഓർമ്മയ്ക്കെടുത്ത ഒരു ഗുണദോഷ മറുപടി താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവെ, തിരഞ്ഞെടുപ്പായതുകൊണ്ടും സ്ഥലമാറ്റങ്ങൾ ഉള്ളതുകൊണ്ടും ചിലപ്പോൾ അമ്പഴക്കാട് മഠത്തിൽ നിൽക്കേണ്ടി വന്നാൽ അതിനും എനിക്ക് വിരോധമില്ല. ദൈവ തിരുമനസ് എന്തു തന്നെയായാലും അത് നിറവേറ്റുന്നതിന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ചൊവ്വാഴ്ച തന്നെ പോകും. പിതാവിന് സുഖമുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. മറക്കല്ലേ പിതാവേ. ഈ എഴുത്ത് വായിച്ചു കഴിയുമ്പോൾ കീറിക്കളയണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ. ഇതോടെ എൻ്റെ ഹൃദയത്തിന് നല്ല ആശ്വാസവും ധൈര്യവും കിട്ടി. എങ്കിലും എന്നിൽ നിന്ന് ദുഃഖം മുഴുവനും പോകുന്നില്ല പിതാവേ. എൻ്റെ രോഗത്തിലും മറ്റും സാക്ഷാലുള്ള എൻ്റെ അമ്മയെന്ന് തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള വലിയ സഹായങ്ങൾ എനിക്ക് അമ്മ തന്നെയും മറ്റു ചിലരെ കൊണ്ടും ചെയ്തു തന്നിരുന്നു. ഇതെല്ലാം എന്നെ ഇപ്പോൾ ഏറ്റവും ദുഃഖിപ്പിക്കുന്നു. ഒരിക്കലും ഇതിനൊക്കെ എനിക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിട്ടില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം എന്നോട് ചെയ്തു.